ചങ്ങായിമാർ നമ്മളെ സംസ്ഥാന സമ്മേളനത്തിൽ മലപ്പുറം ജില്ലയെ രണ്ടാക്കണമെന്ന് പറഞ്ഞപ്പം അത് കേട്ടപാട് കുരുപൊട്ടിക്കൊണ്ട് നമ്മുടെ സംഘികളുടെ എല്ലാമായ വചസ്പതി അണ്ണൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ വചസ്പതി അണ്ണനാ 2 ദിവസം മുന്നേ 24 അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി എടുത്തിട്ട് അലക്കിയതാണ്. ആ ക്ഷീണത്തിലിരിക്കുമ്പോഴാണ് നമ്മളെ വചസ്പതി അണ്ണൻ മലപ്പുറത്തും മുസ്ലിം എല്ലാം കേട്ടത്. അപ്പൊ തന്നെയാണ് ആ ക്ഷീണം മൊത്തം പോയി, ആ അലക്കിട്ടിയ ക്ഷീണം മൊത്തം പോയി. അപ്പൊ തന്നെ നമ്മളെ വചസ്പതി അണ്ണനുണ്ടല്ല മുസ്ലിങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച്, മലപ്പുറത്തെ മുസ്ലിങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച്. നമുക്കെന്തായാലും വചസ്പതിയണ്ണൻ മുസ്ലിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്ന ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നല്ലോ. സന്ദീപ് വാചസ്പതി ബിജെപി നേതാവ് ടെലിഫോണിലായുണ്ട്. സന്ദീപ്, ഇപ്പോൾ സമസ്ത ആവശ്യപ്പെട്ടിരിക്കുന്നത് 45 ലക്ഷത്തിലധികം ജനങ്ങൾ മലപ്പുറത്തുണ്ട്. അവിടെ ഭരണനിർവഹണപരമായ നിരവധി പ്രശ്നങ്ങളുണ്ട്, ജനസംഖ്യാനുപാതികമായുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ അത് വിഭജിക്കുകയും 2 ജില്ലകൾ രൂപീകരിക്കുകയും ചെയ്യണമെന്നാണ് മുസ്ലിം സംഘടനകൾക്കിടയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അഭിപ്രായമാണ് ഇപ്പോൾ സമസ്ത കൂടി മുന്നോട്ട് വെക്കുന്നത്. അല്ല, ഇതുതന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ രീതിയിൽ ജനസംഖ്യാ വർധനവുണ്ടാക്കുക, അതിനുശേഷം ആ പ്രദേശം തങ്ങളുടേതാക്കി മാറ്റി അവിടേക്ക് ഈ പറഞ്ഞതുപോലെ ശരിയത്ത് നിയമം കൊണ്ടുവരിക എന്നൊക്കെയുള്ള ഒരു ലോങ് ടേം അജണ്ടയുടെ ഭാഗമാണിത്. ഈ സംഖ്യകളുടെ ഇടയിൽ വിവരവും ബോധമുള്ള ഒരുത്തനും ഇല്ലാന്ന് നിങ്ങൾ സംഖ്യകളെ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണല്ലോ. മുസ്ലിങ്ങളെ നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ പേരിൽ അടുത്തതായിട്ട് ഇറങ്ങുന്ന ഒരു ജിഹാദാണ് പ്രസവ ജിഹാദ്. എന്റെ പടച്ചോനെ, ഈ സംഖ്യകളെ കണ്ടു ഒരു രക്ഷയില്ലല്ലോ. അതുകൊണ്ട് ദൈവമേ, നിങ്ങളെ വേണമെങ്കിൽ നിങ്ങൾ തന്നെ രക്ഷിച്ചോ, വേറെ ആരെ കൊണ്ട് നിങ്ങൾ രക്ഷിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോഴല്ല മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ നമ്മളെ സംഖ്യക്ക് ഭ്രാന്ത് പിടിക്കുന്നു, വട്ട് പിടിക്കുന്നു. പിന്നെ നമ്മൾ ഈ വേട്ടാവാളിയും വചസ്പതി പറഞ്ഞ കേട്ടിന മുസ്ലിങ്ങൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണോ കുട്ടികൾ ഉണ്ടാക്കുന്നതെന്ന്. എല്ലാം നമ്മുടെ ഭരണഘടനയിൽ ഒരാൾക്ക് ഇത്ര കുട്ടികളെ പറ്റൂന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടാ എന്റെ വചസ്പതി എണ്ണ? നിങ്ങൾക്ക് സംഖ്യക്ക് കഴിവില്ലാത്തതിന് മറ്റുള്ളവർ എന്തിനാണ് കുറ്റം പറഞ്ഞത് എന്റെ വചസ്പതി? ഒന്നാമത് 24 മണിക്കൂറും നിങ്ങൾക്ക് ഈ വർഗീയത പറഞ്ഞ് നടക്കാനേ സമയമുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കുറ്റം പറഞ്ഞ ആവശ്യം ഉണ്ടാവുമോ? അതുകൊണ്ട് സ്വന്തം ജനസംഖ്യ വർദ്ധിക്കാതെ മറ്റുള്ളവരെ കുറ്റം പറയാൻ പാടില്ല. അത് വർദ്ധിക്കാൻ വേണ്ടി അതിന്റേതായ പണി ചെയ്യും. നമുക്കിനി വചസ്പതി എണ്ണം പറഞ്ഞ അടുത്ത വിഡ്ഢിത്തം കേട്ടിട്ട് വരാം. 2047 ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന ജമായത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും അടക്കമുള്ള മത തീവ്രവാദ സംഘടനകളുടെ നിലപാട് തന്നെയല്ലേ ഇത്? ഇപ്പോൾ ഇവര് വികസനത്തിന്റെ പേരാണ് പറയുക. നിങ്ങൾ നോക്കൂ, മുസ്ലിം ഭൂരിപക്ഷമുള്ള പുതിയ ജില്ലകൾ, പ്രദേശങ്ങൾ സൃഷ്ടിച്ച് പ്രദേശങ്ങൾ കൈയടക്കി 2047 ആകുമ്പോഴേക്കും ഇത് ചെയ്യുക. ഇത് തന്നെയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് ഭരണഘടനാപരമായ ഒരു തീരുമാനമാണ് ഉണ്ടാകേണ്ടത്, ഭരണഘടനാപരമായ സൊല്യൂഷനാണ് ഉണ്ടാകേണ്ടത്. സ്വാഭാവികമായും ജനസംഖ്യ കൂടുമ്പോൾ ജില്ലകൾ വിഭജിക്കുക, ഭരണ സൗകര്യത്തിന് വേണ്ടി വികസനം എത്താനൊക്കെ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായ നടപടികളാണ്. അത് നടക്കേണ്ടതുമാണ്. അത് കേൾക്കുന്ന സമയത്ത് ആർക്കും അതിനെ എതിർക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഇതിന്റെ അടിസ്ഥാനം എന്നുള്ളത് അനിയന്ത്രിതമായ ജനസംഖ്യ തന്നെയാണ്. അതിനാണ് ഈ രാഷ്ട്രത്തിൽ സിവിൽ കോഡ് കൃത്യമായി കൊണ്ടുവരണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പറയുന്നത്. സിവിൽ കോഡല്ല, ഒലക്കയുടെ മൂടാന്ന്. സിവിൽ പറ്റി ഏതോ മലകളുടെ സാധനം അടിച്ചിട്ട് എന്തൊക്കെയോ വിഡിത്തം പറയുന്നു ഈ വചസ്പതി. നമ്മളെ നാട്ടിലെ മുസ്ലിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യമില്ല, അത് ഉന്നയിക്കുമ്പോഴേക്ക് അവരെ പെട്ടെന്ന് അങ്ങ് തീവ്രവാദികളാക്കും. ആരെയാണ് തീവ്രവാദികളാക്കുന്നതെന്ന് അതും കൂടി നോക്കണം കേട്ടാ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് ജീവൻ കൊടുത്ത മുസ്ലിങ്ങളാണ് ഒരു പണിക്കും പോകാതെ ഒരു സാധ്യ സമരത്തിലും പങ്കെടുക്കാത്ത ഈ സംഘികൾ കുറ്റം പറയുന്നത്. അതായത് രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തവരാ, രാജ്യത്തിന് വേണ്ടി ഒരു മട്ടും ഉണ്ടാക്കാൻ ചെയ്യാത്ത ഈ സംഖ്യകൾ കുറ്റം പറയുന്നു. പിന്നെ ആരാണ് ഭരണഘടനയെ കുറിച്ചൊക്കെ പറയുന്നത്? നമ്മളെ സന്ദീപ് വചസ്പതി. അതായത് ഭരണഘടനയിൽ ഒരു കാര്യം അംഗീകരിക്കാത്ത, ഭരണഘടനയെ പോലും അംഗീകരിക്കാത്ത സംഖ്യയിലാണ് ഭരണഘടനയെ കുറിച്ച് പറയുന്നത്. അതായത് ഇവരുണ്ടല്ല, അംബേദ്കർ പോലും ബഹുമാനിക്കാത്ത ടീമാണ്. പിന്നെ ഈ സംഖ്യയിലുണ്ടല്ല, പുതിയ ജില്ല രൂപീകരിക്കുന്നതുകൊണ്ടല്ലേ മുസ്ലിങ്ങളെ തീവ്രവാദികളെ വിളിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പുതിയ ജില്ലയല്ല, പുതിയ സംസ്ഥാനം ഉണ്ടല്ല നിങ്ങളെ സംഖ്യ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. അതെവിടെയാണെന്നറിയാം? കാശ്മീരില്, ജമ്മു കാശ്മീരും ലഡാക്ക് ഇപ്പോഴുണ്ടല്ല കേന്ദ്ര ഭരണ പ്രദേശമാണ്. അപ്പൊ പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് പറഞ്ഞ ഒരു തീവ്രവാദികളാണെങ്കിൽ പുതിയ സംസ്ഥാനത്ത് രൂപീകരിച്ച അവരെ നമ്മളെന്താണ് വിളിക്കുക എന്റെ സംഖ്യകളെ? അതായത് നിങ്ങളെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് അതൊന്ന് പറഞ്ഞ വചസ്പതി. പിന്നെ അതൊക്കെ പോട്ടെ, നിങ്ങളുടെയൊക്കെ സ്വർഗ്ഗഭൂമി ഉണ്ടല്ല ഊപ്പിയിലെ യോഗിജി ഉണ്ടല്ല, അവിടെ ഒരു പുതിയ ജില്ല പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ജില്ലേന്റെ പേരെന്നറിയാം? കല്യാൺ സിംഗ് നഗർ. അപ്പൊ നമ്മൾ യോഗിജിന എന്ത് പേരിട്ട് വിളിക്കും സംഖ്യകളെ? അതും പോട്ടെ, നിങ്ങളെ BJP ഭരിക്കുന്ന മധ്യപ്രദേശിലെ അവിടെ ഉണ്ടല്ല 1 2 അല്ല 3 ജില്ലകളാണ് പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ പുതിയ ജില്ല വേണമെന്ന് ആഗ്രഹം പറഞ്ഞവരെ നിങ്ങളെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നെങ്കിൽ പുതിയ ജില്ലയും പുതിയ സംസ്ഥാനം ഉണ്ടാക്കിയ സംഘികളെ, നിങ്ങൾ സംഘികളെ നമ്മൾ എന്ത് വിളിക്കൂ? അപ്പൊ വചസ്പതിയാണ് നിങ്ങൾ സംഘികളെ തന്നെയാണല്ലേ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത്. പിന്നെ സംഘികളെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് അത് സംഭവം ഉള്ളതാണ്. അത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. നമുക്കെന്നെയാണ് നമ്മളെ വചസ്പതിയാണെന്റെ അടുത്ത മനോഹരമായ പൊട്ടത്തരം കേട്ടിട്ട് വരാം. ഏകപക്ഷീയമായി ഒരു വിഭാഗത്തിന്റെ ജനസംഖ്യ കൂടുകയും പ്രദേശങ്ങൾ മുഴുവൻ അവരുടെ കൈകളിലേക്ക് പോകുന്നതിനകത്ത് ഒരു അസന്തുലിതാവസ്ഥയുണ്ട്. ആ അസന്തുലിതാവസ്ഥയാണ് നാം ചൂണ്ടിക്കാണിക്കുന്നത്.
അപ്പോൾ ഇവരുടെ ഒരു ആവശ്യം എറണാകുളവും ഇടുക്കിയും പാലക്കാടും അത് ഭരണനിർവഹണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഗതാഗത കുരുക്കടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാണ്. ആ ജില്ലകളിലും ഒരു പുനഃക്രമീകരണം വേണം എന്നാവശ്യപ്പെടുകയാണ്. ഇത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ ആവശ്യത്തിനൊപ്പം നിൽക്കണം എന്ന നിലപാട് കൂടി മുന്നോട്ട് വെക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയൊക്കെ വൈകിട്ട് ഇവരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. സന്ദീപ്, അല്ല, അതാ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ നേതൃത്വങ്ങളെ അവരിപ്പോൾ അത്തരം കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് സമ്മർദ്ദത്തിലാക്കുകയാണ്. സ്വാഭാവികമായും ജനസംഖ്യ കൂടുമ്പോൾ ഭരണ സൗകര്യത്തിന് വേണ്ടി, ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ചെറിയ ചെറിയ ഭരണ സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നുള്ളതിനകത്തൊന്നും നമുക്ക് എതിരഭിപ്രായമൊന്നുമില്ല. എനിക്കൊന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് തന്നെ ചെറിയ ചെറിയ ഭരണ സംവിധാനങ്ങൾ എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇതിന്റെ അടിസ്ഥാനം മതമാകുമ്പോൾ, ജനസംഖ്യ ആകുമ്പോഴുള്ള പ്രശ്നമാണ്. അവിടെയാണ് ഈ ഇഷ്യൂ ഉണ്ടാവുക. എല്ലാത്തിനകത്തും മതം കലർത്തുകയാണ്. ഞങ്ങളുടെ ആൾക്കാർ കൂടുതലായി, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേക ജില്ല വേണം. എന്തായിരുന്നു മലപ്പുറം ജില്ല ഉണ്ടാകാനുള്ള കാരണം? മലപ്പുറം ജില്ല ഉണ്ടാകാനുള്ള അടിസ്ഥാനപരമായ കാരണം മതമായിരുന്നുവല്ലോ. ആ കൂടുതലുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രത്യേക ജില്ല, ആ പ്രത്യേക ജില്ലയിലുള്ള ആൾക്കാർ വളർന്ന് വലുതായപ്പോൾ വീണ്ടും അടുത്ത ജില്ല. അപ്പൊ ഇങ്ങനെ ജില്ലകൾ 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 ഇങ്ങനെ കൈയടക്കുകയാണ് മതത്തിന്റെ പേരിൽ. ഈ അസന്തുലിതാവസ്ഥയാണ് നാം അപകടകരമായി ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാതെ ഭരണ സംവിധാനത്തിന് വേണ്ടിയോ ഭരണക്രമത്തിന് വേണ്ടിയോ ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയോ പുതിയ പുതിയ റവന്യൂ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിനകത്ത് ആരാണെതിരെ? അതല്ലല്ലോ. അതാണല്ലോ വചസ്പതി എണ്ണ. പുതിയ എന്ത് സംഭവം ഉണ്ടാക്കുമ്പോഴല്ല അതിനൊക്കെ എതിർക്കുന്നത് നിങ്ങൾ സംഘികൾ തന്നെയാണ്. അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ത് വേണമെങ്കിലും കൊണ്ടുവരാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഒന്നും കൊണ്ടുവരാനും കഴിയില്ല, ഒന്നും ചെയ്യാനും പാടില്ല. ഇനി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി, കുമ്മനടിക്കാൻ വേണ്ടി ഇവര് സംഘികൾ ഓടിയെത്തും. അത് തന്നെയാണ് നമ്മൾ കാസർഗോഡ് ടോൾ പിരിവില്ലേ, ആ ടോൾ പിരിവ് നിർത്തിച്ചപ്പം അത് നമ്മൾ പറഞ്ഞതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നാണും മാനും ഉളുപ്പില്ലാണ്ട് ഇവര് പ്രകടനം നടത്തിയില്ലേ. ആ ടോളിനെതിരെ അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധം നടത്തുമ്പോ ഈ സംഘടന എന്താ പറഞ്ഞറിയാം, ടോളൊന്നും കുഴപ്പമില്ല, ടോൾ കൊടുക്കേണ്ടത് തന്നെയാണ്. ഇങ്ങനെ ടോൾ കിട്ടിക്കഴിഞ്ഞാല് ഇതുപോലുള്ള വലിയ വലിയ ബാധകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ വേട്ടാവളിമാർ അന്നേരം പറഞ്ഞത്. എന്നിട്ട് ആ ടോള് നിർത്തലാക്കിയപ്പം അത് നമ്മളാണെന്ന് പറ്റും നാണും മാനും ഉളുപ്പില്ലാണ്ട് പ്രകടനം നടത്തിയ ടീമായി വരും. പിന്നെ നിങ്ങളുടെ അതിന്റെ ഇടക്ക് മതം പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞ് എണീറ്റ് കഴിഞ്ഞാല് രാത്രി ഉറങ്ങുന്നത് വരെയും ഉറക്കത്തിനും സ്വപ്നത്തിലും വരില്ല മതം 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 എന്ന് പറഞ്ഞത് നിങ്ങൾ മാത്രമാണ് സംഖ്യകളെ. മതം പറഞ്ഞ് മതത്തിന്റെ പേരിലും ആൾക്കാരെ ആക്രമിക്കുന്നതും ഭക്ഷണത്തിന്റെ പേരിൽ പോലും ഭക്ഷണത്തിന് വരെ മതം കാണുന്നതും നിങ്ങൾ സംഖ്യകളല്ലേ. നിങ്ങൾക്ക് ഭരണമുള്ള സ്ഥലങ്ങളില്, നിങ്ങൾ സംഖ്യകൾ ഒരുപാടുള്ള സ്ഥലങ്ങളില് നിങ്ങൾ മറ്റുള്ള മതക്കാരെ എന്തിന് ദളിതരെ വരെ ജീവിക്കാൻ വിടുന്നുണ്ട് ആ സംഖ്യകളെ. നിങ്ങൾ അവിടെ കേട്ടല്ല, ദളിതര പറമ്പിലൂടെ നടക്കാൻ വിടാറുണ്ടോ? പറമ്പ് പോട്ടെ, അവിടെയുള്ള റോഡുകളിലൂടെ ഈ പാവപ്പെട്ട ദളിതനെ നിങ്ങൾ നടക്കാൻ വിടാറുണ്ടോ? സംഖ്യ എന്തിന് നടക്കാൻ വേണ്ടി അവിടുത്തെ പാവപ്പെട്ട ദളിതന്റെ ശവം കൊണ്ടുപോകാൻ പോലും നിങ്ങളുടെ അവിടുത്തെ ഉന്നത കുലക്കറായ സംഖ്യകൾ വിടുന്നില്ല. സംഖ്യ വചസ്പതി മറ്റുള്ള മതക്കാരുടെ ആരാധനാലയങ്ങൾ തകർക്കുന്നതും എന്തിന് അമ്പലങ്ങളിൽ ദളിതനെ പോലും കയറ്റാതെ ദളിതനെ വരെ ആക്രമിക്കുന്നതും നിങ്ങൾ സംഖ്യകൾ തന്നെയല്ലേ വചസ്പതി. എന്നിട്ട് ഇപ്പൊ ജനസംഖ്യ കൂടുതലിന്റെ പേരിൽ ഒരു ജില്ലയെ രണ്ടായി വിഭജിക്കണമെന്ന് പറഞ്ഞ ആൾക്കാരെ ഒറ്റയടിക്കങ്ങ് തീവ്രവാദികളും രാജ്യദ്രോഹികളാക്കുന്ന ഈ സംഖ്യകൾ ആരാണ് ആക്കുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷൻ പുതിയ സംസ്ഥാനമായിട്ട് കാണുന്ന ഈ സംഖ്യകളും ഈ സംഘടന നേതാവായ വാചസ്പതിയും. നാണവുമാനോ ഉളുപ്പുണ്ടോന്ന് നിന്നോട് ചോദിക്കുന്നില്ല വാചസ്പതി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ 24 ഇപ്പം കിട്ടി മെഴുകിയില്ലേ, ആ മെഴുകലിന്റെ ക്ഷീണം മാറുന്നതിന് മുമ്പേ വീണ്ടും വന്നല്ല നീ ഇമാതിരി വൃത്തിയോട് പറഞ്ഞിട്ട് വീണ്ടും മേയർ പോകാൻ വേണ്ടി. അങ്ങനെയുള്ള നിന്നോട് നാണവുമാനോ ഉളുപ്പുണ്ടെന്ന് ചോദിച്ചാൽ ആ നാണത്തിനും മാനത്തിനും ഉളുപ്പിനുണ്ടല്ല അവർക്ക് നാണക്കടയിൽ പോകും. പിന്നീട് സമസ്ത ഒരു ആവശ്യം ഉന്നയിച്ച് ആ ആവശ്യം നല്ലതാണോ ചീത്തയാണോ നോക്കേണ്ടത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ്. അവരൊരു തീരുമാനം എടുക്കട്ടെ, നല്ലതാണോ മോശമാണോ എന്ന് സർക്കാർ തന്നെ തീരുമാനം എടുക്കട്ടെ. എല്ലാവരും ഒരു ആവശ്യമുണ്ടല്ലോ, മുസ്ലിം സംഘടനയോ പറയുമ്പോൾ അപ്പൊ തന്നെ അവരെ രാജ്യദ്രോഹിയാക്കാൻ വേണ്ടി കുരുവട്ടിക്കൊണ്ട് വരല്ലേ എന്റെ സന്ദീപ് വചസ്പതി. അങ്ങനെ നിനക്കൊക്കെ കുരുവട്ടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വചസ്പതി കൂടെ പൊട്ടേണ്ടി വരും, കൂടെ കുരുവട്ടേണ്ടി വരും. അപ്പൊ കുരുവട്ടി വചസ്പതിക്കും എനിക്കപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സൂലാൻ.